ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കൊല്ലകടവിലെ നവീകരിച്ച കുട്ടികൾക്കായുള്ള പാർക്ക് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നമ്മുടെ ചെങ്ങന്നൂരിന്റെ MLA-യുമായ ശ്രീ സജി ചെറിയാൻ അവറുകൾ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control, feel the beat, ignite your soul. Colors fly. കുട്ടികളുടെ ഭാഗത്തോടൊപ്പം മുതിർന്നവരുടെ ഭാഗത്തിന്റെ കാര്യമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വാസുദേവൻ പ്രസിഡന്റ്. കുട്ടികളുടെ ഭാഗത്തും മുതിർന്നവരുടെ ഭാഗത്തും ഒന്നിപ്പിച്ച് നമ്മുടെ ചെങ്ങന്നൂരിൽ ഏറ്റവും മഹനീയമായ ഒരു പുതിയ പാർക്ക് പണിയുന്നതിനുള്ള പണം രണ്ടും കൂടെ ചേർത്ത് നൽകുന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത MLA ഫണ്ട് അതിനുള്ള പണം അനുവദിക്കും. ഇതും പൊളിക്കും അതും പൊളിക്കും, രണ്ടും പൊളിച്ച് ഒന്നാമതൊരു പാർക്ക് കൊണ്ടുവരും. ചോദിച്ചത് കൂടുതലാണെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് നല്ല പാർക്ക് കുഞ്ഞുരാമന്റെ വയസ്സാകാലത്ത് ഇവിടെ വന്ന് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യത്തെയും അടുത്ത MLA ഫണ്ട് ഈ കാലാവധി കഴിയുമ്പോൾ അതിനുള്ള പണം അനുവദിക്കും. നല്ല ഡിസൈൻ ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ അസസർ എഴുതി ഡിസൈൻ ചെയ്യുന്നില്ല അതിനുള്ള പണം പ്രിയപ്പെട്ട രാജേഷിന്റെ സാന്നിധ്യത്തിൽ ഈ സമയം ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാൻ വാർഡിൻ്റെ ജനപ്രതിനിധിയായി വരുന്ന കാലഘട്ടത്തിൽ ഇത് കാട് കയറി ഉപയോഗശൂന്യമായി കിടന്നിരുന്നതാണ്. അന്ന് ഉണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും നാശം ആയി പോവുകയും അതിനുശേഷം നമ്മൾ ഒരു പലതവണ ഇത് വൃത്തിയാക്കിയെങ്കിലും അതിന് തുടർന്നുള്ള പ്രവർത്തനം നടത്താൻ കഴിയാവും. എന്നാൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ ഫണ്ട് നമുക്ക് ലഭിക്കുകയും ഇത് കുട്ടികൾക്ക് വേണ്ടി നല്ല രീതിയിൽ ചെയ്ത് എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനം 5 ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പോഴും ഇത് ഇത്രയധികം ഭംഗിയാക്കി ഇന്ന് ഈ പ്രദേശത്തെ കുട്ടികൾക്ക് ഈ നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത്. ഈ സമർപ്പണ വേളയിൽ നമ്മുടെ ബഹുമാന്യനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു കാര്യം വ്യക്തമായി ഇപ്പോഴിവിടെ പറയുകയുണ്ടായി. ഈ പാർക്കിനോടൊപ്പം തൊട്ട് താഴെ മുതിർന്നവർക്കായി ഒരു പാർക്ക് നിർമ്മിക്കുന്നതിനായി മന്ത്രി ഉൾപ്പെടെ ഞങ്ങൾ പലതവണ ആലോചിച്ച് അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ തന്നെ മന്ത്രി ഈ പാർക്കും കൂടെ മൊത്തത്തിൽ ഒരു നവീകരണം നടത്തി താഴത്തെ പാർക്ക് എടുത്തിട്ടിരിക്കുന്ന സ്ഥലത്ത് കൂടി വൃദ്ധർക്കായി എടുത്തിട്ടിരിക്കുന്ന പാർക്ക് പണിയുവാൻ എടുത്തിരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് പണം അനുവദിക്കാമെന്ന ഉറപ്പ് നൽകി ആണ് ഇപ്പം മന്ത്രി കടന്നു പോയിരിക്കുന്നത്. തീർച്ചയായും അടുത്ത ഫണ്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി തന്നെ ആ തുക അനുവദിക്കും എന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഈ പാർക്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇവിടെയൊക്കെ കൂടുതൽ കുട്ടികൾ വരുന്നതിനും എല്ലാവരുടെയും സഹായവും സഹകരണവും എന്നോടൊപ്പവും ഈ പഞ്ചായത്തിനോടൊപ്പവും ഉണ്ടാവണം. വരും കാലങ്ങളിൽ വരുന്ന ഏതൊരു പഞ്ചായത്തായാലും ഭരണസമിതി ആയാലും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന് വേണ്ടി നല്ലതിന് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടിയും ഈ പാർക്ക് നല്ല രീതിയിൽ നിലനിർത്തി പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. ഇതിനുവേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച നല്ലവരായ നാട്ടുകാർ, ജനപ്രതിനിധികൾ, അതുപോലെ പഞ്ചായത്ത് ജീവനക്കാർ, എടുത്തു പറയാവുന്ന ഒട്ടനവധി ഉദ്യോഗസ്ഥർ, എല്ലാവർക്കും, അതുപോലെ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച ആളുകൾ ഒരുപാട് പ്രചരണം ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ ഈ വൈകിയ വേളയിൽ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് എത്ര മണി മുതലോ ഓപ്പണിംഗ്? രാവിലെ മുതലേ ഉണ്ടോ? ഓപ്പണിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടി അന്തിമമായ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഫീസും കാര്യങ്ങളും നിശ്ചയിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് അത് അടുത്ത കമ്മിറ്റിയിലേക്ക് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കൂടുന്ന കമ്മിറ്റിയിൽ അതിന് ആവശ്യമായ, കാരണം ഇപ്പം നമ്മൾ ഇതിൻ്റെ വാട്ടർ ടാങ്ക് നാളെയോടുകൂടി അത് വയ്ക്കാൻ കഴിയുള്ളൂ. നമുക്ക് വൈദ്യുതിയുടെ കണക്ഷൻ നാളെ എത്തുകയുള്ളൂ. അത് രണ്ടും കൂടെ എല്ലാം റെഡിയായിരിക്കുന്നു. അതോടെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇത് കുട്ടികൾക്കായി സമയം നിശ്ചയിച്ച് ഫീസും നിശ്ചയിച്ച് കൊടുക്കും എന്നുള്ളത്. ഇന്നിപ്പം പ്രവേശനം ഉണ്ടല്ലോ അല്ലേ? ഇന്നൊരു ദിവസം കുട്ടികൾക്ക് ഇതിനകത്ത് പ്രവേശനമുണ്ട്. നാളെ നമ്മൾ ബാക്കി കാര്യങ്ങളുടെ
റെഡിയാക്കിയതിനു ശേഷം ആ ഫീസ് കൂടെ നിശ്ചയിച്ച് അത് ഭംഗിയായി പ്രവർത്തനം ആരംഭിക്കും. നമ്മുടെ കൊല്ലകടവിന്റെ അഭിമാനമായ പ്രശസ്ത ശില്പി ജോൺസ് കൊല്ലകടവ് നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൊല്ലകടവിലെ കുട്ടികളുടെ പാർക്ക് നമ്മുടെ കൊല്ലകടവ് പാലത്തിൻ്റെ തൊട്ട് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിൽ ഏതാണ്ട് 2009 ഈ പാർക്ക് കൊല്ലകടവിൽ വന്നെങ്കിലും പിന്നീട് ആദ്യകാലത്തൊക്കെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കാലക്രമേണ നശിച്ചു പോവുകയും ഇപ്പോഴത്തെ ചെറിയനാട് പഞ്ചായത്തിൻ്റെ ഭരണസമിതി 11-ാം വാർഡിൻ്റെ ശ്രീ ബിജു രാഘവൻ സാറ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടാണ് ഈ ഒരു പാർക്കിൻ്റെ നവീകരണ പ്രവർത്തനത്തിലേക്ക് വന്നത്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സൈചര്യൻ സാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. ഇപ്പം കുട്ടികളുടെ പാർക്കാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്നത്. ഇനിയും മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് കൂടി ഇതിൻ്റെ തൊട്ട് പുറകിൽ ഈ ആറിനോട് ചേർന്നുള്ള പ്രദേശം എടുത്തിട്ടുണ്ട്. മുതിർന്നവർക്കുള്ള പാർക്ക് കൂടി സജ്ജമാക്കാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം. ബഹുമാനപ്പെട്ട മന്ത്രി ഇതിന് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നിയമസഭയുടെ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വരുന്ന വർഷങ്ങളിൽ കൊല്ലകടവിന് മനോഹരമായ ഒരു പാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം എൻ്റെ ഒരു ശില്പം കൂടെ ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് ബഹുമാനപ്പെട്ട ജനപ്രതിനിധി 11-ാം വാർഡിൻ്റെ ജനപ്രതിനിധി ശ്രീ ബിജു രാഘവൻ സാറിനോട് എനിക്കുള്ള ഒരു അഭ്യർത്ഥന. എൻ്റെ ഒരു ശില്പം കൂടെ ഈ കൊല്ലകടവ് കുട്ടികളുടെ പാർക്കിൽ ഉൾപ്പെടുത്തണം. അച്ചൻകോലാറിന്റെ തീരത്ത് ഒരു മനോഹരമായ ശില്പം കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കായി ഈ പാർക്ക് നവീകരിച്ച് തുറന്നുകൊടുത്ത ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. Dancing shadows under glowing